നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ മുന്നൊരുക്കങ്ങളുണ്ടായ പാളിച്ച തന്നെയാണ് വെള്ളക്കെട്ടിന് കാരണം. കൊച്ചി സാധാരണയായി മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ടൊക്കെ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൊച്ചിയിലെ പ്രത്യേകിച്ച് സൗത്തിലെ KSRTC സ്റ്റാൻഡൊക്കെ അവിടെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ദുരിതമാണ്. കൊച്ചിക്കാരെന്ത് പറയുന്നു? എൽദോ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ കേൾക്കായിരുന്നു ഈ സാരംഗ പറഞ്ഞതെല്ലാം തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഈ രൂക്ഷമായ വെള്ളക്കെട്ടും കാര്യങ്ങളും വന്നിരുന്നത് ഏതായാലും പരീക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ രാത്രിയിൽ ഉണ്ടായതാണ്. നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആ സമയത്ത് കനത്ത മഴയെ തുടർന്ന് കുറച്ചു നേരം ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നതൊഴിച്ചാൽ പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. കുറേയെങ്കിലും ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് അടക്കം സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര എന്നറിയണമെങ്കിൽ ഈ മഴ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നഗരം പരീക്ഷിക്കപ്പെടുന്നത്. എത്ര കണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയാലും പലപ്പോഴും ചില ഭാഗങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൊതുവിലുള്ള ഒരു കാലാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പകൽ സമയത്ത് വലിയ രീതിയിലുള്ള ഇപ്പോൾ പുലർച്ചെ ഈ രീതിയിൽ മഴയൊന്നും കാര്യമായ രീതിയിലുള്ള രാത്രിയിൽ ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന രീതിയിലേക്കാണ് നിലവിലത്തെ ഒരു അവസ്ഥ. പക്ഷേ ഒരു 4 ദിവസത്തിനകം കാലവർഷം എത്തും, വളരെ ശക്തമായൊരു മഴയ്ക്ക് സാധ്യത എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും എല്ലാം തന്നെ കാനകളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗത്ത് ഭാഗങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ എത്ര കണ്ട ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും നിർമ്മാണത്തിലെ പല രീതിയിലുള്ള അശാസ്ത്രീയതകളുണ്ട്. പ്രത്യേകിച്ച് പുതുതായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ ഇത് കണ്ണും പൂട്ടിയുള്ളതാണെന്ന് പറയേണ്ടി വരും. അത് വെള്ളം ഒഴുകിപ്പോകുന്നോ മഴ പെയ്യുമോ അത് തടസ്സപ്പെടുമോ, വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, ഇതൊന്നും കാര്യമായി ആരും തന്നെ ആലോചിക്കാറില്ല. മഴ പെയ്ത് നിറയുമ്പോൾ മാത്രമാണ് എവിടെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടുന്നത്. ഏതായാലും വലിയ തീവ്ര മഴയിലേക്ക് എത്തിയിട്ടില്ല. അതൊരു വരും ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ മഴക്കെട്ടിലേക്ക് ഏതെല്ലാം പതിവ് സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ അധികൃതർ അവകാശപ്പെടുന്നത് എത്രത്തോളം എന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. മറ്റൊന്ന് ഉള്ളത് തീരമേഖലകളാണ്. മഴയുടെ ഒരു ശക്തി കൂടുമ്പോൾ നമ്മൾ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകൾ വലിയ രീതിയിൽ തന്നെ അതിൻ്റെ രൂക്ഷത അനുഭവിക്കാറുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ വലിയൊരാശ്വാസം എന്ന് പറയുന്നത് ചെല്ലാനത്തെ വലിയൊരു ഭാഗം